ഒമാനിയ മൊബൈൽസ്, AM റോഡ് പെരുമ്പാവൂർ, PO ജംഗ്ഷൻ മൂവാറ്റുപുഴ. മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു. മാത്യു കുഴൽനാടൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. ഇടുക്കി ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ MLA 50 സെന്റ് റവന്യൂ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിനെതിരെയായിരുന്നു പ്രതിഷേധം. സർക്കാർ ഭൂമി കയ്യേറി വിജിലൻസ് കേസിൽ പ്രതിയായ കുഴൽനാടൻ നികുതി വെട്ടിപ്പ് നടത്തിയതും കണ്ടെത്തിയതിനാൽ ഉടൻ രാജിവെക്കണമെന്ന് പ്രതിഷേധമുയർന്നു. KSRTC ബസ് സ്റ്റേഷന് മുന്നിൽ നിന്നും തുടങ്ങിയ പ്രകടനം കച്ചേരി താഴത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുയോഗം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആ ഭൂമി പാവരുതായ ആളുകൾക്ക് വിട്ടുകൊടുക്കണം. ആ ഭൂമി എന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. എന്താ ചെയ്യുന്നത്? നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹം പരിസ്ഥിതിക്കാരെ പിടിക്കുക. അദ്ദേഹം പറയുന്നു, എനിക്ക് വിദേശത്ത് 10 കമ്പനികളുണ്ട്, 10 കോടി, ഒരു കമ്പനിക്ക് 10 കോടിയുടെ ആസ്തിയുണ്ട്. അദ്ദേഹം വലിയ വക്കീലാണെന്നൊന്നും എനിക്കറിയില്ല. മൂവാറ്റുപുഴ കേസുണ്ടോന്ന് എനിക്കറിയില്ല. എത്ര കേസുണ്ടെങ്കിലും ഇങ്ങനെ കാശുണ്ടാക്കാൻ പറ്റുമോ? കാശുണ്ടാക്കുന്നതൊന്നും പരിസ്ഥിതിക്കാരെ പിടിച്ചു. എന്നോട് ഇന്നലെ പറഞ്ഞത് എൻ്റെ പ്രാക്കാണ്, ഇവർ ഗതികേടുണ്ടായതാണ്. ഒരു പാറമടക്കാരനായ ആളിനോട് പറഞ്ഞത് 5 കോടി രൂപ അദ്ദേഹത്തോട് മേടിച്ചത്. എവിടെ? പാറമടയ്ക്ക് ലൈസൻസ് കൊടുക്കുക. ഞാൻ ചോദിക്കേണ്ട, ഒരു പെര വെക്കാനല്ലാതെ, ഒരു വീട് വെക്കാനല്ലാതെ ഇവിടെ ലൈസൻസ് കൊടുക്കുക. ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ 5 കോടി രൂപ വാങ്ങി. അദ്ദേഹമാണല്ലോ കേസ് നടത്തിയത്. എവിടെയാണ്? ഒരു ഭാഗത്ത് പരിസ്ഥിതിക്കാരുടെ കൂടെ കൂടുക, മറ്റൊരു ഭാഗത്ത് പരിസ്ഥിതി വിരുദ്ധമായ പ്രവർത്തനം നടത്തുക. നമ്മുടെ പത്തനംതിട്ടയിൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന പാറമടയ്ക്ക് ലൈസൻസ് മേടിച്ചു കൊടുക്കാൻ എത്ര? 100 കോടി രൂപയാണ് വാങ്ങിയതാണ്. 100 കോടി രൂപ. കോൺഗ്രസ് വേണ്ടി കോടി എന്ന് പറഞ്ഞ് വലിയ കോടിയൊന്നുമില്ല. കോടി എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ കോടി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പറയും കോടി എന്ന് പറയത്തേ ഉള്ളൂ. ഇത്രയുള്ള വ്യത്യാസം. നമ്മൾ കോടി എന്ന് കേട്ടാൽ വലിയ സംഖ്യയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് കോടി എന്ന് പറഞ്ഞാൽ പൊടിവേ എന്ന് പറയുന്നത് അത്ര ഉള്ളു കാര്യം. വളരെ അനധികൃതമായി സമ്പാദിച്ച പണം ഉപയോഗിച്ച് നിർമ്മിച്ച റിസോർട്ടിന് പഞ്ചായത്ത് അനുമതി നൽകിയത് ഹോം സ്റ്റേ എന്ന പേരിലാണെന്നും വൻതുക വാടക വാങ്ങിയാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നതെന്നും ഇത് സർക്കാർ ഭൂമിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എവിടെയെങ്കിലും ആരെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്തിയാൽ അദ്ദേഹത്തിന് ഏജൻസികൾ പോകും, അവരിന്ന് കാശ് മേടിക്കും. എന്നിട്ട് ആ കേസ് ഹൈക്കോടതിയിലെത്തിക്കും. ആ ഹൈക്കോടതിയിലെത്തിച്ച കേസിന്റെ പേര് പണമുണ്ടാക്കും. അങ്ങനെ അവിഹിതമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചു. ആ സമ്പാദിച്ചതിന്റെ ഭാഗമായിട്ടാണ്. എന്നിട്ട് എന്താ പേര്? കപ്പിത്താൻ. റിസോർട്ടിന്റെ പേര് കപ്പിത്താൻ. ഇവിടെ ഇടുക്കിയിൽ എന്ത് കപ്പലായിരിക്കും അറിയത്തില്ലേ? എറണാകുളത്തൊക്കെയാണ് പിന്നെ എൻ്റെ സ്മാരക. എറണാകുളത്താണെങ്കിൽ കപ്പിത്താൻ എന്ന് പറഞ്ഞ കപ്പലുണ്ടെന്ന് പറയും. കപ്പിത്താൻ അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ റിസോർട്ട് ഉണ്ടാക്കുക. ആ റിസോർട്ടിന് സൗകര്യം എത്രയെന്നറിയോ? ചെറിയ മുറിയല്ല. ഒരു ദിവസം ഒരാൾ താമസിക്കണമെങ്കിൽ 35,000 രൂപ പെർ ഡേ കൊടുക്കണം. വാടക 35,000 രൂപ കൊടുക്കണം ഒരു ദിവസം താമസിക്കണമെങ്കിൽ. എന്നിട്ട് അതിൻ്റെ പേരെന്നാ? ഹോം സ്റ്റേ. ഹോം സ്റ്റേ, അതാണ് പേര്. ഹോം സ്റ്റേക്ക് 35,000 രൂപ വാങ്ങാൻ പറ്റുമോ? ഇല്ല. ഒരു റൂമിന് 35,000 രൂപ. അങ്ങനെ 28 റൂമോ? അങ്ങനെ 28 റൂമുള്ള 38,000 രൂപ വീതം മേടിക്കാൻ പറ്റുന്ന 28 റൂമുള്ള ഒരു റിസോർട്ടിന് പഞ്ചായത്ത് എടുത്തിരിക്കുന്ന ലൈസൻസ് ഹോം സ്റ്റേ. ഭൂമി തട്ടിപ്പ് വീരനായ കുഴൽനാടൻ മതിൽ നിർമ്മിച്ച് സ്വന്തമാക്കിയ 50 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യണമെന്നും CV വർഗീസ് പറഞ്ഞു. പ്രതിഷേധത്തിൽ CPIM മണ്ഡലം സെക്രട്ടറി ഷാജി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ കിഫ്ബി വഴി ഉൾപ്പെടെ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ നടപ്പാക്കാതെ LDF സർക്കാരിന്റെ മാതൃകാ പ്രവർത്തനങ്ങളെ അവഹേളിക്കുന്ന കുഴൽനാടൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വയം അപമാനിതനാവുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. LDF മണ്ഡലം കൺവീനർ N അരുൺ, നേതാക്കളായ PM ഇസ്മയിൽ, KP രാമചന്ദ്രൻ, എൽദോ എബ്രഹാം, KA നവാസ്, ടോമി ജോസഫ്, ഷൈൻ ജേക്കബ്, ശശി കുഞ്ഞൻ, ഇമ്മാനുവൽ പാലക്കുഴി,
അലി മേപ്പാട്ട്, എസ് അരുൺകുമാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.